പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സമരം നയിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് അടികൊള്ളുന്ന ഞങ്ങളുടെ തലയിലായിരിക്കും. തലയടിച്ചു പൊട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി ഭാഗത്തേക്ക് അവർ പോകൂ. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള മുഖ്യമന്ത്രിയെ വഴിയെ തടയുന്നവൻ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നവൻ നിങ്ങൾ ശവപ്പെട്ടിയുമായി കാട്ടുന്നു എന്നൊരു വെല്ലുവിളി ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പക്ഷേ കരിങ്കൊടി കാണിച്ചല്ലേ, പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു കേസിൽ. ആ മാർച്ചിനകത്ത് നമ്മൾ അന്ന് കരിങ്കൊടി കാണിച്ച എല്ലാ പ്രവർത്തകരും, എൻ്റെ കൂടെയുള്ള ജമീർ അതുപോലെ അജിം ഷാ എന്ന് പറഞ്ഞ 2 പ്രവർത്തകർ, നമ്മൾ 3 പേര് വളരെ മൃഗീയമായി തല്ലിച്ചാച്ച് എൻ്റെ 2 കൈയും കഴുത്ത് വന്ന് പോലീസ് അടിച്ച് ഓടിച്ച്. പോലീസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും ചെടിച്ചട്ടി ഉപയോഗിച്ച് തലയടിച്ച് പൊട്ടിക്കുന്നു. കായംകുളത്ത് കൈയും കാലും ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമുണ്ട് ഞങ്ങളുടെ, വികലാംഗനാണ്. തറയിലിട്ട് ചവിട്ടി കൂട്ടിയ, കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുള്ള ഞങ്ങളെ കേസിൻ്റെ നേതാവ് അഖിൽ, വിരൽ പോയിട്ടുള്ള ഒരു ജോബിൻ, നിരന്തരമായിട്ട് കൈയും കാലും മുടിഞ്ഞിട്ടുള്ള എത്രയോ നേതാക്കന്മാർ. ഈ 2 കൈ, കഴുത്ത്, സ്പൈനിൽ എല്ലാത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഡാമേജ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജയിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് സെല്ലിൽ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭീകരമാണ്. ആ പണിഷ്മെൻറ്റ് സെല്ലിൽ ഞങ്ങൾ 13 പേർ ഞങ്ങൾ 20 ദിവസം കഴിച്ചു കൂട്ടുന്ന സാഹചര്യം. ഈ പണിഷ്മെൻറ്റ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കാണില്ല, ഫാൻ കാണില്ല, ഫാനെല്ലാം കാണില്ല, ലൈറ്റ് കാണില്ല. അതിനകത്ത് തന്നെ ആയിരിക്കും ടോയ്ലറ്റും. അതൊരു 4 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു 5-6 പേരെ കുത്തിനിരുക്കി കിടന്നുറങ്ങുമ്പോൾ ഒരാളുടെ നെഞ്ചിലായിരിക്കും കാല് വയ്ക്കുന്നത്. കാരണം നമ്മളൊരു സമരവുമായിട്ട് ഒരു യുവജന സംഘടന പോകുമ്പോൾ ഞങ്ങൾ നേരിടേണ്ടി വരുന്നത് പണ്ട് സർക്കാരുകളെ മാത്രമല്ല, CPM ഗുണ്ടകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ യാത്രയ്ക്കിടയിൽ പോലീസ് മാത്രമല്ല, രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് മാത്രമല്ല, രക്ഷാപ്രവർത്തനം നടത്തിയ DYFIക്കാരും ഒക്കെയാണ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരെ ഞങ്ങൾ കാണുന്നുണ്ട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നടന്നപ്പോഴും എല്ലാം ഞങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിനകത്തൊരു ആക്ഷൻ എടുക്കുന്നില്ല? ഒരു ആടിനെ പട്ടിയാക്കാനും ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും CPM-നുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്കില്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും രമേശ് ചെന്നിത്തല എന്ന പേര് പരാമർശിക്കാതെ പോകാൻ സാധിക്കുകയില്ല. കേരളത്തിൽ നിന്നും KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ഒരേ ഒരു മലയാളി, ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള, അത് കേരളം കൊണ്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, U-turn എന്നൊരു വാക്ക്, ആ U-turn എന്ന വാക്ക് കേരള പൊളിറ്റിക്സിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. സ്പ്രിംഗ്ലർ വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. ആഴക്കടൽ മത്സ്യ വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. ബ്രൂവറി വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. PWC രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റഫറി ആയിരുന്നു. ക്യാപ്റ്റൻ കളിക്കും, പക്ഷേ രമേശ് ചെന്നിത്തല വിസിൽ കുതി കഴിഞ്ഞാൽ റഫറി വിസിൽ കുതിയ ക്യാപ്റ്റൻ വെളിയിൽ പോകേണ്ടി വരും. ശ്രീ VD സതീഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജെൻസി കിഡ്സിന് എല്ലാവരും പറഞ്ഞ ജെൻസി യൂത്തിന് ഏറ്റവും, ഞാനത് മാറ്റി പറയാം, യൂത്ത് എന്നല്ല. നിങ്ങൾ നോക്കൂ, ഏതൊരു കാലഘട്ടത്തിലെ പ്രായഭേദമന്യ ആളുകൾ ആദരിക്കുന്ന ഒരു നേതാവാണ്. കേരള പൊളിറ്റിക്സിൽ ഇത്രയും നല്ലൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായി സംഭവിക്കും. തൃക്കാക്കരയിൽ 25,000 ഭൂരിപക്ഷം ജയിക്കുമെന്ന് ആദ്യം പറയുന്ന ശ്രീ VD സതീശ്. നിലമ്പൂർ ഇലക്ഷനിൽ ശ്രീ VN പറഞ്ഞ് ഞങ്ങളെ പാർട്ടിയോട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു നേതാവ് ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വരണ്ട, ഇപ്പം വേണ്ട, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാറ്. ഇത് ഇത്ര ആംബിയറോടുകൂടി പറയുന്ന മറ്റൊരു നേതാവ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അഡ്വക്കേറ്റ് റിങ്കു പടിപ്പുരയിലാണ്. റിങ്കു KSUവിൻ്റെ സ്റ്റേറ്റ് ലെവലിലും ബ്ലോക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും എല്ലാം പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണ്. പാർട്ടി പ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് റിങ്കു എന്നുള്ളത്. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ കോമൺ മാന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയുവാണെങ്കിൽ, റിങ്കു ആണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ, നമ്മുടെ തൊട്ടു മുന്നിലത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കരിങ്കൊടി കാണിച്ച അത്രയ്ക്കും ധൈര്യമുള്ള ഒരു പ്രവർത്തകൻ തന്നെയാണ് റിങ്കു. അങ്ങനെയാണ് റിങ്കു ഞങ്ങളുടെ കുറേ ഒരു എന്താ പറയുക, പേപ്പറിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ കോമൺ മാൻ്റെ ഇടയിലേക്ക് ഇത്രയ്ക്കും ധൈര്യവാനായ ഒരു പൊളിറ്റീഷ്യൻ. റിങ്കു, നമുക്ക് ആ ഇൻസിഡൻറ്റിൽ തന്നെ തുടങ്ങാം. എല്ലാവർക്കും എന്താ പറയുക, മുഖ്യമന്ത്രി അത് ആരാണെങ്കിൽ പോലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നമ്മുടെ ഇത് കാണിക്കുന്ന ഒരു സംഭവമാണല്ലോ, നമ്മുടെ എഗെയിൻസ്റ്റ് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് റിങ്കു ഒന്നും കൂടെ ഒന്ന് പറയാമോ? അതെ, മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവം. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാനത് സംസാരിച്ചു എന്ന് മാത്രം. അതായിരുന്നു വിഷയം. അത് ആക്ച്വലി അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സ്വാശ്രയ സമരം നടക്കാം. സ്വാഭാവികമായിട്ട് സ്വാശ്രയ സമരം നടക്കുമ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡീൻ കുര്യാക്കോസും CR മഹേഷും നിരാഹാരം കിടക്കുക. അപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തുന്നു: മുഖ്യമന്ത്രിയെ ഞങ്ങൾ വഴിയിൽ തടയും. അപ്പോൾ ഈ ഉടനടി തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, നമ്മളെ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും മുഖ്യമന്ത്രിയെ വഴിയെ തടയുന്നവൻ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നവൻ നിങ്ങൾ ശവപ്പെട്ടിയുമായി കാട്ടുന്നു എന്നൊരു വെല്ലുവിളി ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചോരത്തിളപ്പിന്റെ പ്രായമാണല്ലോ, അന്ന് ചെറുപ്പമാണ്, ചോരത്തിളപ്പിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭരണത്തിന്റെ സമയത്തല്ലേ, പുള്ളി വന്ന ഒരു വർഷത്തിനകത്ത്. അന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രതിഷേധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അന്ന് ഇത്തരത്തിലൊരു വെല്ലുവിളി വന്നപ്പോൾ
സ്വാഭാവികമായി അദ്ദേഹത്തിന് വഴിയിൽ തടയണമെന്ന് നമ്മൾ കുറച്ച് ആവേശമുള്ള ചെറുപ്പക്കാർ തീരുമാനിക്കുകയും അന്ന് 24 മണിക്കൂറിനകത്ത് തന്നെ അവർ ആ പോസ്റ്റ് ഇട്ട് 24 മണിക്കൂറിനകത്ത് തന്നെ കണ്ടോൺമെൻറ്റ് ഫ്രണ്ട് വെച്ച് അത് അതീവ സുരക്ഷിത മേഖലയാണ്. അതിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. പക്ഷേ കരിങ്കൊടി കാണിച്ചല്ലോ, പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു KSUവിൻ്റെ. ആ മാർച്ചിനകത്ത് നമ്മൾ അന്ന് കരിങ്കൊടി കാണിച്ച എല്ലാ പ്രവർത്തകരെയും, നമ്മൾ കരിങ്കൊടി കാണിച്ച 3 പേരുണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെയുള്ള ജമീർ അതുപോലെ അജിം ഷാ എന്ന് പറഞ്ഞ 2 പ്രവർത്തകർ, നമ്മൾ 3 പേരെയും വളരെ മൃഗീയമായി തല്ലിച്ചാച്ച് എൻ്റെ 2 കൈയും കഴുത്ത് വന്ന് പോലീസ് ഓടിച്ച് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട വരെ സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1.5 മാസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിൽ വരെ ഉള്ള മർദ്ദനമായിരുന്നു അന്നുണ്ടായിട്ടുള്ളത്. ഓ, അപ്പൊ ഇതിലും ഭീകരമായിരുന്നോ? ഇതിന് ശേഷവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പലരും കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്, സാധാരണ കോമൺ മാൻ വരെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ പിന്നീട് ഇത് ഭരണം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ നിങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹം കൂടുതൽ ഊർജം പ്രാപിച്ചുവല്ലോ. പിന്നെയും ഇത്രയും 10 വർഷം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരത്തെ രണ്ടാമത് ഇങ്ങനത്തെ ഇഷ്യൂ വന്നപ്പോഴേക്ക് ഇതിനെക്കാട്ടിലും ഭീകരമായിട്ടായിരുന്നോ? അന്നത്തെ നമ്മുടെ പിണറായി വിജയൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊന്നും അന്ന് പ്രതിഷേധിക്കുന്ന എല്ലാവരും, നമ്മൾ അതിശോക്തി പറയുന്നതല്ല, എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ മാത്രമേ അന്ന് പ്രതിഷേധിക്കാറുള്ളൂ. നമ്മൾ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും, ഏത് തരത്തിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തി. ആ നവകേരള യാത്ര നടത്തിയപ്പോൾ പോലീസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും ഏത് തരത്തിലാണ് നമ്മളെല്ലാവരെയും അടിച്ചൊതുക്കിയെന്ന്, നമ്മളെ തലയടിച്ച് ചെടിച്ചട്ടി ഉപയോഗിച്ച് തലയടിച്ച് പൊട്ടിക്കുന്നു. കായംകുളത്ത് കയ്യും കാലും ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമുണ്ട് ഞങ്ങളുടെ, അദ്ദേഹത്തിന് വികലാംഗനാണ്, കയ്യും കാലും ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഒരു കഷ്ണം കരിന്തുണി അദ്ദേഹത്തിനെ കാണിച്ചു എന്നുള്ളതുകൊണ്ട് ആ വികലാംഗനായ ചെറുപ്പക്കാരനെ തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നമ്മൾ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏതൊരാളായാലും എന്തും സഹിക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നത്. അത്രയ്ക്കൊരു ഭീകരാവസ്ഥയായിരുന്നു. അതായത് കാലം ഇതുവരേക്കും കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ദുർഘടമായ റിയാക്ഷൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന്. ഒരു തർക്കവും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഓർഡർ ഇറക്കിയിരുന്നു. ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഓർഡർ ഇറക്കുന്നു, യുവാക്കളെ അതേപോലെ ചെറുപ്പക്കാർ അവരെ പ്രതിഷേധിക്കുകയാണെങ്കിൽ പോലീസ് ഒരിക്കലും അവരെ തലയിൽ അടിക്കരുതെന്ന് പറഞ്ഞൊരു ഓർഡർ അന്ന് UDFൻ്റെ സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ LDFൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ, പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സമരം നയിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് അടികൊള്ളുന്നത് ഞങ്ങളെ തലയിലായിരിക്കും. തലയടിച്ചു പൊട്ടിയ ശേഷം മാത്രമേ ബാക്കി ഭാഗത്തേക്ക് അവർ പോകത്തു. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള, ഓർക്കുമ്പോൾ പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും വലിയ ഭയമൊന്നും ഉള്ള ആളുകളല്ല. ആ സമയത്തുള്ള നമ്മളെ ഇമോഷൻ വേറെ ആയിരിക്കും. അപ്പോൾ ഓർക്കുമ്പോൾ പോലും ഞങ്ങളെ വീട്ടുകാർക്കൊക്കെ ഒരു സമരത്തിന് ഇറങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ്സിലെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരെല്ലാവരുടെയും വീട്ടുകാർ വളരെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലൂടെ. അതെ, ഒരു പക്ഷേ നിങ്ങളൊക്കെ അത്രയും ചോര തിളച്ച് നിൽക്കുന്ന പ്രായം എന്നൊക്കെ പറയുന്ന പോലെയും പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ധൈര്യം കൂടുതലാണല്ലോ ആ ഒരു സമയത്ത്. ഒരു പക്ഷേ ഇത്രയധികം മുറിവേൽപ്പിച്ചാലും നിങ്ങളെ അത് വലുതായിട്ട് പെയിൻഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വരില്ല. പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കുന്ന, നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കുന്ന ബാക്കി കുറേ ആൾക്കാരില്ലേ, പ്രത്യേകിച്ചും നിങ്ങളിൽ തന്നെ തലമൂത്ത ആൾക്കാർ, സീനിയേഴ്സൊക്കെ, അവർക്കൊക്കെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ യാതനകളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ അവരെന്താ നിങ്ങളുടെ അടുത്ത് പറയുക? എന്തിനാ നിങ്ങളിങ്ങനെ പോയെന്ന് പറയുമോ? ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അവർ പറയാറുണ്ടോ? അല്ല, ഇതിനകത്ത് ഞങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഒരുപാട് ദുർഘടമായിട്ടുള്ള സമരങ്ങളിലൂടെയും ഒരുപാട് സമരങ്ങളിലൂടെയും ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് ഞങ്ങളെ ലീഡേഴ്സ്. അപ്പം ഞങ്ങൾ സമരത്തിൽ നിന്നും അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായാലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ലീഡർഷിപ്പ് എപ്പോഴും ഞങ്ങൾക്കൊരു സാന്ത്വനമായി, ഞങ്ങൾക്കൊരു സപ്പോർട്ടായി ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ലീഡർഷിപ്പിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഈ സമരം നടത്തുന്ന ചെറുപ്പക്കാരുടെ, അല്ലെങ്കിൽ ഈ സമരത്തിന് ഇറങ്ങുന്ന ചെറുപ്പക്കാരുടെ വീട്ടിലുള്ള അവസ്ഥയാണ്. വളരെ മാനസികമായിട്ട് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് ഓരോരുത്തരും വീട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം തൻ്റെ മകൻ പൊളിറ്റീഷ്യനാണ് എന്ന് പറയുമ്പോൾ, ഒരു അച്ഛന് നാടിനെ സേവിക്കാനായിട്ട് അവൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട്. പക്ഷേ അതാ ഞാൻ പറയാൻ വന്നേ, ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പം
എത്ര മകൻ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം മകനെ വേറൊരാൾ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ആ അച്ഛനും അമ്മയും മെന്റലി എത്രത്തോളം പ്രിപ്പയർ ആവണം അല്ലേ. നമുക്ക് ആ ഒരു കഥയും സാഹചര്യത്തിലേക്കൊക്കെ എത്താം. അതിന് തൊട്ട് മുമ്പേ റിങ്കു, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പം അറിയാലോ, ഇപ്പം നിങ്ങളിലേക്ക് ഭരണം എത്തി, കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ട് പോലും നിങ്ങളുടെ ഇടയിൽ ഇപ്പം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാൻ? ഫൈനലി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പേര് കേട്ടത് അല്ലേ? അതും ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയല്ല അവസാനം ഇപ്പം അനൗൺസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. പല പല അഭിപ്രായങ്ങളാണല്ലോ. ചിലർ പറയുന്നു രമേശ് സാർ ആയിരിക്കും, ചിലർ പറയുന്നു വി ഡി സതീശൻ, ചിലർ പറയുന്നു KC. ഇങ്ങനെ അപ്രതീക്ഷിതമൊന്നുമല്ല ഇതിൽ മൂന്നാരായാലും. ഇതിൽ മൂന്നിലെ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണല്ലോ അപ്പൊ എല്ലാവരും KC എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. റിങ്കു ഈ പാർട്ടിയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. എത്ര വർഷമായി കറക്റ്റ്? എനിക്ക് തോന്നുന്നു ഒരു 18 വർഷത്തിന് മേളിലായി. അപ്പോൾ റിങ്കുവിന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ 3 ലീഡറിൽ ആര് വരണം എന്നായിരുന്നു? CM പറയാൻ പറ്റുമോ? പിന്നെന്താ പറയുന്നത്, പക്ഷെ ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിപ്പോയി. ഞാൻ ആമുഖമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത്, കോൺഗ്രസിനകത്ത് മത്സരിച്ചതും മത്സരിക്കാത്തതായിട്ടുമുള്ള ഒരു ഡസണോളം നേതാക്കന്മാർ, അറിയാം, ഒരു ഡസണോളം നേതാക്കന്മാർ ഞങ്ങൾക്ക് CM ആകാൻ യോഗ്യതയുള്ള ആളുകളുണ്ട്. പക്ഷെ യോഗ്യതയുള്ള ആളുകളുണ്ട്. എന്താ സംശയം? മത്സരിക്കാത്തതായിട്ടുള്ള പോർട്ട്ഫോളിയോ ഉള്ള കപ്പാസിറ്റി ഉള്ള എത്രയോ നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്ക് CM ആവാൻ യോഗ്യതയുള്ള ആളുകൾ. പക്ഷെ നമ്മളെല്ലാം പൊതുസമൂഹം എല്ലാം ചർച്ച ചെയ്യുന്ന 3 പേരുകൾ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ വി ഡി സതീശൻ, ശ്രീ KC വേണുഗോപാൽ എന്ന 3 പേരുകളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ പേരുകളിലേക്കാണ് CM എന്ന പദവിയിലേക്ക് ചർച്ചകൾ നടന്നതെന്നുള്ളത് ശരിയാണ്. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പോലെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ടാണ്. അദ്ദേഹം അത് ഓരോരുത്തരും, ഞാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്, ഓരോരുത്തർ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് വെറും ഓരോരുത്തരുടെ അഭിപ്രായം മാത്രം. പക്ഷെ ഹൈക്കമാൻഡ് ഒരു പേര് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യും. നമുക്ക് അതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഈ പാർട്ടിക്കകത്തും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. ഈ 3 പേരും 3 കോണ്ടാക്ട്സിൽ ഈ 3 പേരും യോഗ്യരാണ്. ഇതുപോലെ യോഗ്യതയുള്ള ആളുകളുണ്ട്. ഈ 3 പേരും യോഗ്യരാണ്. നമുക്ക് ആദ്യം രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയാം. ബിക്കോസ് ഈ 3 പേരിൽ ഏറ്റവും കേരളത്തിൽ ഇന്ന് ഇരിക്കുന്ന കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് ഏറ്റവും സീനിയർ അദ്ദേഹമാണ്. രമേശ് ചെന്നിത്തലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ കോൺഗ്രസ് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഈ പേര്, രമേശ് ചെന്നിത്തല എന്ന പേര് പറഞ്ഞു പോകാതിരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് അത്രയ്ക്ക് നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും ആഴത്തിൽ ബന്ധമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിൽ നിന്നും KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു മലയാളി, ഞങ്ങളുടെ അഭിമാനമല്ലേ. ഈസിലി അപ്രോച്ചബിൾ ലീഡറാണ്, ഈസിലി അപ്രോച്ചബിൾ ആണ്. ഞാൻ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളെന്ന് മാത്രമല്ല, ഒരു പാർട്ടിക്കാരനെന്നല്ല, ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഉമ്മൻചാണ്ടി സാറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അപ്രോച്ചബിൾ ആയിട്ടുള്ള നേതാവാണ്. ഞങ്ങളിന്ന് അനുഭവിച്ചു പോകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഓരോ കോൺഗ്രസ്സുകാരനും അനുഭവിച്ചു തുടർന്നു പോകുന്നൊരു പ്രിവിലേജ്. ആ പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടാൻ പ്രധാന കാരണമായിട്ടുള്ള ശ്രീ ലീഡർ K കരുണാകരനും AK ആൻ്റണിയും ശ്രീ വയലാർ രവിയും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളുടെ കഠിനാധ്വാനമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു വന്ന ആ പ്രിവിലേജ്. ഇന്ന് നമ്മുടെ പാർട്ടിക്ക്, ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന സംഘടനാ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഈ 4 പേര് തന്നെ. ശ്രീ K കരുണാകരനും ഉമ്മൻചാണ്ടി സാറും AK ആൻ്റണി സാറും വയലാർജിയും അതേപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ കഠിനാധ്വാനം തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കി വയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ഒരേ ഒരു മലയാളി ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇത് മാത്രമല്ല, ഇതിനപ്പുറം നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇരുന്നിട്ടുള്ള ഓരോ പോസ്റ്റുകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് പോയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനം നമുക്കറിയാം. അതുപോലെ പ്രതിപക്ഷ നേതാവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന പദവി ഞങ്ങളൊക്കെ വളരെ ആവേശത്തോട് നോക്കിക്കണ്ട ഒരു സംഭവമാണ്. അത് കേരളം കണ്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, U-turn എന്നൊരു വാക്ക്, ആ U-turn എന്ന വാക്ക് കേരള പൊളിറ്റിക്സിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. സ്പ്രിംഗ്ലർ വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. ആഴക്കടൽ മത്സ്യ വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. ബ്രൂവറി വിഷയം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു, സർക്കാർ U-turn അടിച്ചു. PWC രമേശ് ചെന്നിത്തല കൊണ്ട് സർക്കാർ U-turn അടിച്ചു. അത്തരത്തിൽ U-turn നമ്മൾ മനസ്സിലാക്കാൻ, പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റഫറി ആയിരുന്നു. ക്യാപ്റ്റൻ കളിക്കും,
പക്ഷേ രമേശ് ചെന്നിത്തല വിസിൽ കുതി കഴിഞ്ഞാൽ റഫറി വിസിൽ കുതിയ ക്യാപ്റ്റൻ വെളിയിൽ പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഏറ്റവും കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടൊരു നേതാവ്, അത്തരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ഇന്നത്തെ ഭൂരിഭാഗം വരുന്ന കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മബന്ധമുള്ള 2 പേരുകൾ, ഭൂരിപക്ഷം വരുന്ന ആത്മബന്ധമുള്ള 2 പേരുകളാണ്. ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് ഉമ്മൻചാണ്ടി സാറുമായിരിക്കും. അതുപോലെ തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ. ഞങ്ങളുടെ അഭിമാനമല്ലേ അദ്ദേഹം. ഞങ്ങൾക്ക് ഞാനിപ്പോൾ രമേശ് ചെന്നിത്തല എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ചോയ്സ് ആണെന്ന് പറയുമ്പോഴും KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനമാണ്. ഇന്ന് രാജ്യത്തിനകത്തുള്ള കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ 2ാമത്തെ വാക്ക്, ദ സെക്കൻഡ് ഇൻ കമാൻഡർ ശ്രീ KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത്, അത് കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ചില വാടകയ്ക്ക് എടുത്ത ചില സൈബർ ഹാൻഡിലുകളിൽ നിന്നും, ചിലപ്പോൾ കുറച്ച് ആളുകൾ നമ്മളെ ആളുകളും ഉണ്ടാവാം, ചില വാടകയ്ക്കെടുത്ത സൈബർ ഹാൻഡിലുകളിൽ നിന്നും ചില മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ തേജോവധം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിലെ തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം തലയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യം കണ്ടു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അത്തരത്തിലുള്ള ആളുകളോടാണ് പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടില്ലാതെ, അത് സ്റ്റഡി ഇല്ലാതെ പറയുന്ന ആളുകളടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബി ജെ പിക്ക് രാജ്യത്തിനകത്തൊരു വളർച്ച ഉണ്ടായ 2014 ശേഷമാണല്ലേ. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു വളർച്ച ഉണ്ടാകുന്നത്. 2013 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 14, ബാക്കി 9 മറ്റു പാർട്ടികൾ. 2014 നരേന്ദ്രമോദി അധികാരം വന്നതിന് ശേഷം ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 7, കോൺഗ്രസ് 13, ബാക്കി ഓക്കെ. അപ്പോൾ 2019 ഇത് ശ്രീ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി വന്ന് അന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 21 നമ്മൾ ആലോചിക്കണം. 21 സംസ്ഥാനങ്ങളിൽ BJPയും 4 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസും ഉള്ളത്. 2019 അദ്ദേഹം അധികാരം ഏറ്റ് 2019 തീരുമ്പോൾ തന്നെ ആ 21 നിന്നും BJP ഭരിച്ച 21 സ്റ്റേറ്റിൽ നിന്നും അവരെ 16 താഴ്ത്തിക്കൊണ്ടുവരാൻ KC വേണുഗോപാലിൻ്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് പഠനമില്ലാതെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ തേജോവധം ചെയ്യും. ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ, ജാർഖണ്ഡ് നമുക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത സ്ഥലമാണ് ജാർഖണ്ഡ്. BJPക്ക് അത്രമേൽ സ്ട്രോങ് ഹാൻഡുള്ള, BJPക്ക് സംഘടനാ സംവിധാനമുള്ള, നല്ല പൊളിറ്റിക്കലി അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് സുസ്ഥിരമായിട്ടുള്ള കോൺഗ്രസ് ഒരു UPയുടെ ഭരണം കൊണ്ടുവരാൻ, ഒരു ഇന്ത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള 2019 ശേഷമാണ്. അവിടെ KC വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങളില്ലേ, എന്താ നിങ്ങൾ ആരും അത് പോയിന്റ് ഔട്ട് ചെയ്തിരുന്നത്? അതുപോലെ തന്നെ ഞാൻ ചേച്ചി നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമുക്കുണ്ടായിരുന്ന സീറ്റ് 59ആണ്. 59-49, എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. 59 സീറ്റുകളാണുള്ളത്. അതിനുശേഷം രണ്ടാമത് ശ്രീ KC വേണുഗോപാൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിന്നെ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് 99 സീറ്റാണ് കോൺഗ്രസ് വരുന്നത്. അതിന് മുന്നോടിയായി അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്ര തന്നെയാണ്. ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് അധികം ആരും പോയിന്റ് ഔട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടായ രമേശ് ചെന്നിത്തലയാണ് ഇത്തരത്തിലൊരു പ്രപ്പോസൽ വെക്കുന്നത്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തത് അത് ഇത്ര ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്തത് ശ്രീ KC വേണുഗോപാലാണ്. അതിൻ്റെ ഫലം കൂടിയാണ് ഈ 59 നിന്ന് നമ്മൾ 99 എത്താൻ സാധിച്ചത്. BJPയുടെ ഭൂരിപക്ഷം എത്രത്തോളം കുറയ്ക്കാൻ സാധിച്ചു, NDAയുടെ മുന്നേറ്റം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന് ഒരു സ്റ്റഡിയുമില്ലാതെ ഇത് ഒരുപക്ഷെ KC വേണുഗോപാൽ പോലും, അദ്ദേഹം പോലും എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പോലും ഞാൻ ഇത്രയും നേട്ടം നേടി, ഞാൻ ഇത്ര വലിയ ആളാണെന്ന് അദ്ദേഹം പോലും എവിടെയും പോയിന്റ് ഔട്ട് ചെയ്തതോ അദ്ദേഹത്തിൻ്റെ ആളുകളെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചതുമായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വിമർശനം വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും ബഹുമാനം തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിനെ വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എന്താ കേരളത്തിലെ ആളുകൾക്ക് എന്നെ വിമർശിച്ചൂടെ? എല്ലാവർക്കും തന്നെ വിമർശിക്കാം, കേരളത്തിലെ ആളുകൾക്ക് എന്നെ കൂടുതൽ വിമർശിക്കാം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ അങ്ങനെ? അതുകൊണ്ട് KC വേണു അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം വലിയൊരു സംഘടനാ പ്രവർത്തകനാണ്, ഒരു വലിയ സംഘാടകനാണ്, ഒരു നല്ലൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹത്തിന് അത്രത്തിലുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ CM ആവാനോ അതിന് മേളിലാവാനോ യോഗ്യതയുള്ളവരാണ്. ശ്രീ VD സതീശൻ
ശ്രീ വി ഡി സതീഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജെൻസി കിഡ്സിന് എല്ലാവരും പറഞ്ഞ ജെൻസി കിഡ്സിന് ഇതൊന്നും പറയണു. പക്ഷെ ഞാനത് മാറ്റി പറയാം. യൂത്ത് എന്നല്ല, നിങ്ങൾ നോക്കൂ, ഏതൊരു കാലഘട്ടത്തിലെ എൻ്റെ അപ്പൂപ്പനായാലും ഏത് കാലം എൻ്റെ അച്ഛനായാലും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരായാലും ജെൻസി കിഡ്സ് ആയാലും ആരായാലും ഇന്നത്തെ പ്രായഭേദമന്യേ ആളുകൾ ആദരിക്കുന്ന ഒരു നേതാവാണ് ശ്രീ വി ഡി സതീശൻ. ഞാൻ കേരള പൊളിറ്റിക്സ്, ഞാൻ കോൺഗ്രസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, കേരള പൊളിറ്റിക്സിൽ ഇത്രയും നല്ലൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായി സംഭവിക്കും. 100+ എന്ന് അദ്ദേഹം പറഞ്ഞു, 100+ വന്നു. ഞാൻ ഈ 100+നെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ? തൃക്കാക്കരയിൽ 25,000 ഭൂരിപക്ഷം ജയിക്കുമെന്ന് ആദ്യം പറയുന്ന ശ്രീ വി ഡി സതീശൻ 25,000 ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കുന്നത്. ഉമ്മൻചാണ്ടി കോൺഫിഡൻറ്റ്, പവർഫുൾ ആൻഡ് ഭയങ്കര കോൺഫിഡൻറ്റ്. ആ കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ച നിലമ്പൂർ ഇലക്ഷനിൽ ശ്രീ പി വി അൻവർ ഇപ്പം നമ്മുടെ ഭാഗമാണ്, ഞങ്ങളുടെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിന് എൻട്രി കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് വി ഡി സതീശന് കൃത്യമായി അറിയാം. അന്ന് ഞങ്ങൾ പി വി അൻവറിൻ്റെ സഹായം, ഞങ്ങൾ പാർട്ടിയോട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഒരു നേതാവ് ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വരണ്ട, ഇപ്പം വേണ്ട, സമയമില്ല, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാറ്. ഇത് ഇത്ര ആംബിയറോടുകൂടി പറയുന്ന മറ്റൊരു നേതാവാണ്. ആ ആംബിയറോടുകൂടി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ആശങ്കയിലായിപ്പോയി, ഞങ്ങളൊക്കെ വലിയ ആശങ്കയിലായിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആരെ സഹായമില്ലെങ്കിലും 25,000 ഭൂരിപക്ഷം, ഞങ്ങൾ 11,000 വോട്ടിന് തോറ്റ സ്ഥലമാണ്. ആ ഒരു കാൽക്കുലേഷൻ അത് അദ്ദേഹം പറഞ്ഞ അച്ചട്ടായിട്ട് അത് സംഭവിച്ചത്. പക്ഷേ അന്ന് ഞങ്ങൾ പി വി അൻവറിനെ എടുത്തിരുന്നെങ്കിൽ പിറ്റാന്നത്തെ ബ്രേക്കിംഗ് എന്താകുമായിരുന്നു? പി വി അൻവർ ഫാക്ടർ, അത് കാരണം കോൺഗ്രസ് ജയിച്ചു. അതെ, പക്ഷേ ഇപ്പോൾ ആ ജയം ഞങ്ങളുടേത് മാത്രമായി. അത്തരത്തിലുള്ള ഇലക്ഷൻ സ്ട്രാറ്റജീസ് എനിക്ക് തോന്നുന്നില്ല കേരള പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും അപ്പോൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം യോഗ്യനാണ്. ഓക്കെ, അപ്പൊ റിങ്കു പറഞ്ഞ ഇത്രയ്ക്കും ലീഡേഴ്സിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത്രയും സ്ട്രോങ് ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ലീഡേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും മണിയറയിലുള്ള എല്ലാവരും ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് അനീതികളും നമുക്ക് പറയാൻ പോലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നടന്നപ്പോഴും എല്ലാം ഞങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിനകത്തൊരു ആക്ഷൻ എടുക്കുന്നില്ല? അത് വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായി പോയി. ആക്ച്വലി അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് തന്നെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഏതൊരു വിഷയത്തിനകത്തായാലും വളരെ ക്രിയാത്മകമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും സമരങ്ങളും അവിടെ നിന്ന് യുവജന പ്രസ്ഥാനങ്ങളെ KSUവിൻ്റെ ഭാഗത്തു നിന്നായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്, ഞാനിപ്പോൾ ചോദിക്കട്ടെ, പിൻവാതിൽ നിയമനം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവമല്ലേ പിൻവാതിൽ നിയമനം? നമ്മൾ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത PSC വിഷയത്തിൽ പിൻവാതിൽ നിയമനം 28 ദിവസം നീണ്ടു നിന്ന രക്തരൂക്ഷിതമായൊരു സമരം KSU നടത്തിയത് നിങ്ങളുടെ ചാനലുകളിലും എല്ലായിടത്തും ഇന്നുമില്ലേ? അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഇന്നും ജയിലിൽ കിടന്ന ഞങ്ങൾ എത്ര പേർ, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ ജയിലിൽ കിടന്ന പണിഷ്മെൻറ്റ് സെല്ലിൽ വരെ കിടന്നു. ഞങ്ങൾ പണിഷ്മെൻറ്റ് സെല്ലാണ് കിടന്നത്, നരകയാതന അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഏത് വിഷയത്തിലാണ് നമ്മളിപ്പോൾ നോക്കൂ, നിങ്ങളെ സ്വർണ്ണക്കള്ളക്കടത്ത്, കേരളത്തിൽ എന്തുമാത്രം സമരങ്ങൾ, കേരളത്തിലെ തെരുവുകളിൽ എന്തുമാത്രം സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? കേരളത്തിനകത്ത് സ്പ്രിംഗ്ലർ വിഷയം വന്നപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിനകത്ത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏത് വിഷയത്തിലാണ് കോൺഗ്രസ് ഇടപെടാതെ പോയിട്ടുള്ളത്? ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് കോമൺവെൽത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവർ ഒപ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പല വിഷയങ്ങളിലും തോന്നിയിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഒപ്പോസ് സംവൺ ബെറ്റർ ദാൻ ദിസ്? ബിക്കോസ് നോക്കുന്ന ഞങ്ങൾ കൊണ്ടുവന്ന വിഷയങ്ങൾക്കകത്ത് വിജയം കണ്ടിട്ടല്ലേ ഞങ്ങൾ പിന്മാറിയിട്ടുള്ളൂ. സ്പ്രിംഗ്ലർ വിഷയം നമുക്കെടുക്കാം. രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ, അത് ആ കരാർ റദ്ദാക്കിയിട്ടല്ലേ ഞങ്ങൾ അതിൽ നിന്ന് മാറിയത്. അതേപോലെ ആഴക്കടൽ മത്സ്യം ബന്ധ വിഷയം റദ്ദാക്കിയിട്ടല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. ബ്രൂവറി വിഷയം റദ്ദാക്കിയിട്ടല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. PSC റാങ്ക് ലിസ്റ്റ് അത് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. അപ്പോൾ ഏത് വിഷയത്തിനകത്താണ്, ഏത് പ്രശ്നത്തിനകത്താണ് ഞങ്ങൾ വിജയം കാണാതെ നിർത്തിയ ഏത് വിഷയമാണോ ഉണ്ടാവുക? പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ തോന്നിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് മറുപടി വേണ്ടത്. എനിക്ക് ചോദ്യം മനസ്സിലായി, എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കും? കാലതാമസമല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന്
ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്താലും അതിനെ എന്താ പറയുക, നമ്മൾ ആ വാക്കെന്താണ് അതിനെ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എന്ത് സംഭവിച്ചാൽ നമ്മൾ അതിനെ സെല്ല് ചെയ്യണം. വി ഷുഡ് സെൽ സംതിങ് വി ഡു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സെല്ല് ചെയ്യണം, നമ്മൾ നന്നായിട്ട് സെല്ല് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കൊണ്ട് അത് സാധിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ പോരായ്മയായി തന്നെ ഞാൻ കാണുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ തെരുവിൽ സമരം ചെയ്യുന്നത് പോലെ, ചാനലിൽ കൊണ്ടുവരുന്നത് പോലെ യൂസ് ചെയ്യേണ്ട ഒന്നാണ് സോഷ്യൽ മീഡിയ, സൈബർ മേഖല ഹാൻഡിലുകൾ കൃത്യമായി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു പക്ഷേ CPM സൈബർ ഹാൻഡിലുകളെക്കാളും ഒരുപാട് പിന്നിലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. അവരുടെ സൈബർ ഹാൻഡിലുകൾ അത് ഒരു അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കള്ളത്തിന് ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആടിനെ പട്ടിയാക്കാനും ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും CPMനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്കില്ല. അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അജണ്ട, അതിനോടൊപ്പം ചില മാധ്യമങ്ങൾ, ഞാൻ അങ്ങനെ പറയാം, എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയാം, ചില മാധ്യമങ്ങളും അവർക്കൊപ്പം നിന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വെളിച്ചം കാണാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റീച്ചിലേക്ക് വന്നില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റീച്ചിലേക്ക് വരാത്തതെന്നാണ് എൻ്റെ ഒരു കാഴ്ച. ഇപ്പം നമ്മളും ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, നിങ്ങളുടെ പാർട്ടിയിലാണ് ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ശ്രീ KC ആയിക്കോട്ടെ, ഇവരെക്കാട്ടിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സംഭവം ചെയ്യണമെന്നും ഏറ്റവും ഇതായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളത് ശ്രീ VD സതീശൻ തന്നെയാണ്. അപ്പം അദ്ദേഹം അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ കണ്ടാണ്, മറ്റുള്ളവരൊക്കെ ടിപ്പിക്കലായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, പൊളിറ്റിക്സിലുള്ള രീതി, അവർ ആ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യാതെ ടിപ്പിക്കലായിട്ട് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിലൂടെ തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഈ സോഷ്യൽ മീഡിയക്ക് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ ലീഡേഴ്സ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലേക്ക് കേട്ടു. റിങ്കു, ഞാൻ ഈ റിങ്കുവിനെ ഇന്റർവ്യൂ ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത്, ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ. റിങ്കുവിനും ഇതാണ് ഒരു വേദി. കാരണം ഞാനൊരു കോമൺ മാൻ സൈഡിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ റിങ്കുവിനെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇതൊരു ഡിബേറ്റിലേക്കല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചിലപ്പോൾ ഞാൻ ഒപ്പോസ് ചെയ്യുവാണോ എന്ന് തോന്നരുത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും ഒരു ക്ലാരിറ്റി ചിലർ പറയുന്നുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരം എടുക്കും, ചിലർ പറയുന്നു എടുക്കുന്നില്ല, അദ്ദേഹം അപ്സെറ്റാണ്, അദ്ദേഹത്തിന് ജോയിൻ ചെയ്യണ്ട, അദ്ദേഹം കാണുന്നില്ല. മീഡിയയിലൂടെ നമ്മൾ പലതുമാണല്ലോ, അദ്ദേഹം ഗുരുവായൂർക്ക് പോയി, മീഡിയയ്ക്ക് മുഖം കരുന്നില്ല, പിന്നെ വന്ന് മുഖം തന്നു, അദ്ദേഹം സംസാരിച്ചു, ഞാൻ ശ്രീ VDയുടെ കൂടെ ഫുൾ ടൈം ഞാൻ നിൽക്കുന്നുണ്ട്, സന്തോഷമാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടു. പക്ഷെ എന്നിരുന്നാലും പിന്നീടും ചില സമയങ്ങളിൽ അദ്ദേഹം മിസ്സിംഗ് ആയിട്ട് പോലെ കാണുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആഭ്യന്തരം അദ്ദേഹത്തിൻ്റെതായിരിക്കുമോ? അല്ല, അത് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ലോ, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന എല്ലാ കാര്യങ്ങളും സത്യം അല്ല. ഞാനത് ഉറച്ചു പറയും, എല്ലാ കാര്യങ്ങളും സത്യമല്ല. ഇപ്പോൾ ശ്രീ VD സതീശൻ അദ്ദേഹം പറവൂർ രാജിവെക്കുമെന്ന് പറഞ്ഞ ഒരു വാർത്ത ഡൽഹിയിൽ അദ്ദേഹം പോയപ്പോൾ അറിഞ്ഞു. പക്ഷെ ഇത് അറിയാത്ത ആദ്യത്തെ ആള് VD സതീശനായിരിക്കും. അങ്ങനെ ഒരു അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ വരുന്ന പല കാര്യങ്ങളും ശരിയല്ല. രമേശ് ചെന്നിത്തലയെ കാണാനില്ല. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇത് സംഭവം. അദ്ദേഹത്തിന്റെ സഹോദരി ഞാൻ അന്ന് അവിടെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു, മീഡിയാസ് വരുന്നു, അടുത്ത വാർത്ത വരെയാണ്. അന്ന് ശ്രീ VD സതീശൻ വരുന്ന ടൈമിംഗ് നമുക്ക് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനറിയാം, ഇത്ര മണിക്ക് വരുമെന്ന് അദ്ദേഹത്തിനറിയാം. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നു. ഉടനെ വാർത്ത ബ്രേക്ക് ചെയ്യാണ്, VD സതീശന് രമേശ് ചെന്നിത്തല മുഖം കൊടുക്കുന്നില്ല, രമേശ് ചെന്നിത്തല കാണാനില്ല. ഗുരുവായൂർ പോയി അതിന്റെ പിറ്റേന്ന് ഇതേ വാർത്തയാണ്. പുള്ളി ഉടനെ ഈ വാർത്ത കണ്ടുകൊണ്ട് പുള്ളി അവിടെ നിന്ന് കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച പുള്ളി ഓടി ഇങ്ങ് തിരിച്ചിങ്ങ് വരികയാണ് ഇത്. അപ്പൊ ഈ വാർത്തകളെല്ലാം ശരിയല്ല, ചിലതൊക്കെ നമ്മൾ ശരിയായ വാർത്തകൾ ഉണ്ടെന്ന് ഇല്ല നമ്മൾ
പറയാൻ പറ്റില്ല, ചിലതൊക്കെ ശരിയായിട്ടുള്ള. പക്ഷേ ഈ ഭൂരിഭാഗം വരുന്ന വാർത്തകൾ നമുക്കത് ശരിയാവണം എന്നില്ല. ഓക്കെ ഓക്കെ റിങ്കു, ആ ഒരു കാര്യം ക്ലിയർ ആക്കി തന്നു. ഇനി ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഇത്രയ്ക്കും നിങ്ങൾ പവർഫുൾ ആണ്, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പ്രവർത്തനങ്ങളിൽ പലതും നേടിയെടുത്തതുകൊണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു കുറവായിരുന്നു, അത് പബ്ലിക്കിലേക്ക് അത്രയും നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭാഗവും റിങ്കു ഇപ്പം ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ഇത്രയും നാൾ നിൽക്കുമ്പം ഇത്രയും സ്ട്രോങ് ലീഡേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളെ ഇത്ര അധികം കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാനായിട്ടാണ് നിങ്ങൾ പൊരുതിക്കൊണ്ടിരുന്നതെന്ന്? നമ്മളൊരു സമരവുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എതിരെ നിൽക്കുന്ന ആരാണെന്ന് ഞങ്ങൾ നോക്കാറില്ല. പക്ഷെ എതിരെ നിൽക്കുന്ന ആള് നിങ്ങളെക്കാട്ടിലും പവർഫുൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഇടുന്ന ഇൻപുട്ട് കുറച്ചും കൂടെ വേണ്ടി വരില്ലേ? ഡസൻറ്റ് മാറ്റർ, അത് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ ഇടണമല്ലോ, അത് ഞങ്ങളിടും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആശയം അത് ഞങ്ങളെക്കാളും വലുത്, അതിൻ്റെ അപ്പുറം വന്നാൽ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും, അത് ഞങ്ങളിടും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്ന് ഞങ്ങളൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആരാണെന്ന് ഞങ്ങൾ നോക്കില്ല. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ആരായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, മുഖം നോക്കില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഭയപ്പെടില്ല, ഇല്ല ഒരു ഇഞ്ച് പോലും ഭയപ്പെടില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇടേണ്ടിയിരുന്ന എഫേർട്ട് കൂടുതലായിരുന്നോ ഓപ്പോസിറ്റ് സൈഡിൽ ശ്രീ പിണറായി വിജയൻ ആയിരുന്നതുകൊണ്ട്? ഇറ്റ്സ് വെരി ഈസി, സത്യം പറഞ്ഞാൽ വെരി ഈസി. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന്, സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കും പോലും അദ്ദേഹം കൊണ്ടുവരുന്ന കോൺട്രവേഴ്സീസ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം ജനങ്ങളോട് എടുക്കുന്ന സമീപനം, അത് തന്നെയാണ് അദ്ദേഹത്തിന് വിനയായിട്ടുള്ളത്. അല്ലെ, ജനങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രി, ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ പല മാധ്യമങ്ങൾ കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രി, ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി, അത്തരത്തിലൊരാളെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് ആക്ച്വലി ഈസി ആയിരുന്നു. പക്ഷേ ആശയപരമായി വളരെ ഈസിയായിരുന്നു. പക്ഷേ കായികപരമായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്നുള്ള ബുദ്ധിമുട്ട്, ഞാനെന്നല്ല, അന്നത്തെ യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നരനായാട്ടായിരുന്നു. സമരവുമായിട്ട് മുന്നോട്ട് പോകും. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാനെപ്പോഴും ഞാൻ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ പങ്കാളിയായിട്ടുള്ള സമരങ്ങളിൽ പരിക്കുകൾ പറ്റിയിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് എപ്പോഴും ഞാൻ എടുത്തു വയ്ക്കും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയാൽ അവരെ സഹായിക്കണമല്ലോ, നമുക്ക് വേണ്ടി നിന്നതല്ലേ. ആ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് നോക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കണ്ണ് പോയ ആളുകൾ, കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുള്ള ഞങ്ങൾ KSUവിൻ്റെ നേതാവ് അഖിൽ, കണ്ണിൻ്റെ കാഴ്ച പകുതി പോയി. അദ്ദേഹം അരവിന്ദ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് എടുത്ത് ഇപ്പോഴും റിക്കവർ ചെയ്ത് വരുന്ന അഖിൽ, വിരൽ പോയിട്ടുള്ള ഒരു ജോബിൻ, അത്തരത്തിൽ എത്രയോ പേര് കയ്യും കാലും ഒടിഞ്ഞിട്ടുള്ള, നിരന്തരമായിട്ട് കയ്യും കാലും ഒടിഞ്ഞിട്ടുള്ള എത്രയോ നേതാക്കന്മാർ, എൻ്റെ മുൻ KSU പ്രസിഡന്റ് അഭിജിത്ത്, ജഷീർ, ഞാനടക്കമുള്ള ആളുകൾ, എനിക്കിന്നും, ഞാനൊരു സ്പോർട്സ് പേഴ്സണാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു, അത്യാവശ്യം സ്റ്റേറ്റ് ലെവലിലൊക്കെ സ്പോർട്സ് ചെയ്യുന്നൊരു ഞാൻ അത്ലറ്റായിരുന്നു. ഇന്ന് എനിക്ക് എൻ്റെ അത്ലറ്റിസം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ക്രിക്കറ്റ് പഴയതുപോലെ കളിക്കാൻ കഴിയത്തില്ല. കാരണം ഞാനിങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഉണ്ടായ അക്രമങ്ങളുടെ ഭാഗമായി ഈ 2 കൈ, കഴുത്ത്, സ്പൈനിൽ എല്ലാത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഡാമേജ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുമായി, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളായി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ചെറുപ്പക്കാർ എല്ലാ ജില്ലയിലുമുണ്ട്. അപ്പോൾ കായികപരമായിട്ട് ഞങ്ങൾക്കത് വളരെ ശ്രമകരമായിരുന്നു. കായികപരമായിട്ട് നമുക്ക് വളരെ ശ്രമകരമായിരുന്നു. കാരണം നമ്മളൊരു സമരവുമായിട്ട് ഒരു യുവജന സംഘടന പോകുമ്പോൾ ഞങ്ങൾ നേരിടേണ്ടി വരുന്നത് പണ്ട് സർക്കാരുകളെ മാത്രമായിരുന്നെങ്കിൽ, ഞങ്ങൾക്കിപ്പോൾ സർക്കാരുകളെ മാത്രമല്ല, CPM ഗുണ്ടകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, മറ്റേ പിണറായി വിജയൻ്റെ യാത്രയ്ക്കിടയിൽ പോലീസ് മാത്രമല്ല, രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് മാത്രമല്ല, രക്ഷാപ്രവർത്തനം നടത്തിയ DYFIക്കാരുമൊക്കെയാണ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരെ ഞങ്ങൾ കാണുന്നുണ്ട്, പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അന്നേരവും കരിങ്കൊടി കാണിച്ച സാധാരണക്കാരി, മുമ്പ് പറഞ്ഞ വികലാംഗരെയും ഒക്കെ എത്ര കണ്ണിച്ചോരില്ലാതെയാണ്. അതാണ് CPMൻ്റെ, അതാണ് അവരുടെ മുഖമുദ്ര. നിങ്ങൾ മനസ്സിലായി, പിണറായി വിജയൻ്റെ മുഖമുദ്ര. ഒരു കൈയും കാലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കാണുന്ന, കൈയും കാലും ഇല്ല അദ്ദേഹത്തിൻ്റെ കൈക്ക് പ്രശ്നമുണ്ട്, 2 കാലുകളില്ല, 2 കാലുകൾ ഇഴഞ്ഞാണ് അദ്ദേഹം വരുന്നത്. ആ ഇഴഞ്ഞു പോയി കരിങ്കൊടി കാണിച്ച ഒരു ചെറുപ്പക്കാരനെ തറയിലിട്ട് ചവിട്ടി
അദ്ദേഹം തറയിലിട്ട് പോലീസ് ആ ലാത്തിക്കടിച്ച് അദ്ദേഹത്തെ പോലീസ് ആ DYFIക്കാർ തറയിലിട്ട് ചവിട്ടി എന്തിനാ ഒരു കരിങ്കൊടി കാണിച്ചിന്. എന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? രക്ഷാപ്രവർത്തനമാണെന്ന്. രക്ഷാപ്രവർത്തനം. ഏത് മാനസികാവസ്ഥയിലാണ് അദ്ദേഹം? ഇത് തന്നെയാണ് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളിൽ നിന്ന് അകത്തുന്നത്. സോ ഞങ്ങൾക്ക് ആക്ച്വലി കായികപരമായി ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ പോലും ആശയപരമായി ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു. സോ ഈസി. അദ്ദേഹം തന്നെ കുഴി തോണ്ടി അതിൽ തന്നെ അദ്ദേഹം തന്നെ ചാടി തന്നു. ഞങ്ങളങ്ങ് കൂടി. റിങ്കു ഇന്നിപ്പോ ഒരു MLA സ്ഥാനം റിങ്കുലേക്ക് എത്തിയിട്ടില്ല. റിങ്കുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ പലരും ഇന്നിപ്പോ MLA-മാരായിട്ടുമുണ്ട്. അപ്പം റിങ്കു ഒരു ഫെയിൽഡ് പൊളിറ്റീഷ്യൻ ആണെന്ന് റിങ്കുവിന് തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫെയിലിയറിനെ ഞാൻ കാണുന്ന ഒരു ഡെഫിനേഷൻ വേറെയാണ്, സക്സസിനെ ഞാൻ കാണുന്ന ഡെഫിനേഷൻ വേറെയാണ്. അതിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം, നമ്മൾ ഇത്രയും നാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടായിട്ട് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി, ആ ചിരി തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഒരു സക്സസ്. ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഞാനും എൻ്റെ സഹപ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കാരണം പാർട്ടിക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ സക്സസ്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിനകത്തുള്ള എന്തെങ്കിലും ഒരു അനീതിക്കെതിരെ ഞങ്ങളെ തുറന്നു കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു അനീതിക്കെതിരെ പോരാടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അതിനെ ക്വിറ്റ് ചെയ്യാൻ, ഞങ്ങൾക്ക് അതിനെ അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ പാർട്ടിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സക്സസ് എന്ന് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഐ എം 100% ഐ എം എ സക്സസ് പൊളിറ്റീഷ്യൻ. ബട്ട് ഈ പറഞ്ഞ പോലെ MLA ആവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും പരീക്ഷ എഴുതി, ഞാനും പരീക്ഷ എഴുതിയിട്ടുണ്ട്. അവരുടെ പേപ്പർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. റിസൾട്ട് വരും, അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാവുന്ന റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ ലവ് മാരേജ് ആയിരുന്നപ്പം പേരെന്താ? അശ്വതിക്ക് അറിയാം ഹസ്ബൻഡിന്റെ ഇഷ്ടങ്ങളും പാഷനും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അശ്വതിയും കൂടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പം അതിനുശേഷവും അതിനു മുന്നുമൊക്കെ ജയിലിൽ പോയിട്ടുണ്ടാവില്ലേ? പല പല പ്രവർത്തനങ്ങളും, ലാത്തി ചാർജ് കിട്ടും ഒക്കെ ആയിട്ട് പോയിട്ടില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ജയിലിൽ പോയിട്ടില്ല. പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഓക്കെ. പക്ഷേ ആ ഒരു സ്റ്റേജൊക്കെ എങ്ങനെയാണ്? നമ്മൾ എന്താ പറയുക, നിങ്ങൾക്കറിയാം ജയിലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ പുറമേ നിന്ന് കാണുന്ന പോലെ അല്ലല്ലോ. ആ സെല്ലിനകത്ത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു ജീവിതം, അത് ഭയങ്കരമായിട്ടും മെൻ്റലി ഭയങ്കരമായിട്ടും ഡിപ്രഷനിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ അല്ലേ വല്ലാത്തൊരു അവസ്ഥ. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, ഞങ്ങൾ ജയിലിൽ കയറുമ്പോൾ ഒരു 8 പേരായിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ കുറച്ച് പേര് കാണും. ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര രസമായിരിക്കും കേട്ടോ. നിങ്ങൾ 2-3 ദിവസം ഭയങ്കര രസമായിരിക്കും. കൂട്ടുകാരുള്ളതുകൊണ്ട് കാര്യം പറഞ്ഞിങ്ങനെ. പക്ഷെ ഒരു ഞങ്ങളെല്ലാവരും പൊളിറ്റീഷ്യൻസ് എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാവരും ഇങ്ങനെ ഈ പാറിപ്പറന്ന് നടക്കുന്നവരാണല്ലോ. എപ്പോഴും വെളിയിൽ പോവുകയും കാണുകയും. അങ്ങനെ ഒരു 4 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം മെൻ്റലി ഡൗൺ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭീകരമായിട്ട് ഡൗൺ ആകും. ഇതിനിടയിൽ കൂടെ വീട്ടുകാർ കാണാൻ വരുമ്പോൾ പല കൂടെ കിടക്കുന്ന ആളുകളുടെയും വീട്ടുകാർ കരഞ്ഞുകൊണ്ടായിരിക്കും വന്ന് കാണുന്നത്. ആരെങ്കിലും ആഗ്രഹിക്കുമോ സ്വന്തം മോനിങ്ങനെ ജയിലിനകത്ത് കിടക്കുന്ന നമ്മളെ ഇരുമ്പഴികളിലൂടെ അവർ കാണുമ്പോൾ അവരെക്കാളും വേദന നമുക്കും ഉണ്ടാവും. ഭയങ്കരമായിട്ട് നമ്മളും അങ്ങ് ഡൗൺ ആയി പോകും. എൻ്റെ അമ്മ അച്ഛനൊക്കെ എത്ര നേരം വന്ന് കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുന്നില്ല, എൻ്റെ കാര്യം മാത്രമല്ല, കൂടെ കിടക്കുന്ന ആളുകളുടെ എത്രയെങ്കിലും പേരുടെ പാരൻസ് വന്ന് വളരെ ബുദ്ധിമുട്ട് വന്ന് ജയിലിൽ നിന്ന് കരയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള PSC സമരം നടക്കുന്ന സമയത്ത് ഞങ്ങൾ 11 പേരെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ, അന്നത്തെ ഏറ്റവും വലിയ സമരമാണ്, അന്നത്തെ ഏറ്റവും 10-26 ദിവസം നീണ്ടുകൊണ്ട് വളരെ ഭീകരമായിട്ടുള്ളൊരു സമരം. നിരാഹാരം, KSU പ്രസിഡന്റ് നിരാഹാരം കിടന്ന സമരം, ഭയങ്കര സമരം. ആ സമരം നടക്കുമ്പോൾ ഞങ്ങളോട് CPM-നായാലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനായാലും തീരാത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമാൻഡ് ചെയ്ത് ഞങ്ങൾ ജയിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ കേസുകൾക്കകത്ത് വരുന്ന ആളുകളെ സാധാരണ ക്രിമിനൽസ്, ബാക്കി കേസുകളായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ അവിടെ. കൊലക്കേസ് വരുന്ന ആളുകളുണ്ട്, റേപ്പ് കേസുണ്ട്, പല കേസുകളുണ്ട്. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേറെങ്കിലും പ്രയോറിറ്റിയോ നമുക്കൊരു പ്രിവിലേജോ തരുമെന്നല്ല, നമുക്കൊരു മാന്യത കിട്ടും. ഒരു മാന്യതയും കിട്ടാതെ അവർക്കൊപ്പം പണിഷ്മെൻറ്റ് സെല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും ഭീകരമാണ്. ആ പണിഷ്മെൻറ്റ് സെല്ലിൽ ഞങ്ങൾ 13 പേർ ഞങ്ങൾ 20 ദിവസം കഴിച്ചു കൂട്ടുന്ന സാഹചര്യം. ഈ പണിഷ്മെൻറ്റ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലൈറ്റ് കാണില്ല, ഫാൻ കാണില്ല, ഫാനെല്ലാം കാണില്ല, ലൈറ്റ് കാണില്ല. അതിനകത്ത് തന്നെ ആയിരിക്കും ടോയ്ലറ്റും. ഒരു 4 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു 5-6 പേരെ കുത്തിനിരുക്കി കിടന്നുറങ്ങുമ്പോൾ ഒരാളുടെ നെഞ്ചിലായിരിക്കും കാല് വയ്ക്കുന്നത്. അത്രയും സ്ഥലമേ ഉള്ളൂ. അങ്ങനെ കിടന്നിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അന്നത്തെ ജയിൽവാസം ഞാൻ ഓർക്കുമ്പോൾ. ഓ, പക്ഷേ ഇത്ര അധികം അനുഭവങ്ങളുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊളിറ്റിക്സ് വിടാമെന്നോ ഞാൻ ഇത്രയധികം എന്തിന് ഞാൻ ത്യാഗം എടുക്കുന്നു അങ്ങനെ ഒരിക്കലും അത് തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, ഇതിനകത്ത് വന്നിട്ടുള്ള ഒരാൾക്കും തോന്നില്ല. തോന്നില്ല. ഇതല്ല ഇതിനപ്പുറം അതൊരു സംഭവിച്ചത്. പക്ഷെ നിങ്ങളെ ഓൾ ദ മോർ കൂടുതലും ആക്റ്റീവ് ആക്കാൻ, നിങ്ങളെ പവർഫുൾ ആക്കാൻ, സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇത്തരത്തിലുള്ള. അത് തന്നെയാണ്. ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന്, ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചാലും ഒരാളും ചിന്തിക്കുകയില്ല. ദേ വിൽ ബി മോർ സ്ട്രോങ്. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ്ങർ ആവത്തേ ഉള്ളൂ. ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയി ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു വീറും വാശിയും എന്നൊക്കെ പറയില്ല, അത് വരത്തേ ഉള്ളൂ. ഓക്കെ. ഈ ഒരു യാത്രയിൽ റിങ്കു ഇന്നിപ്പോൾ എത്തി നിൽക്കുമ്പോൾ, 18 വർഷത്തിൽ നിൽക്കുമ്പോൾ റിങ്കു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നുന്നത് റിങ്കുവിന് ആരോടാണ്? അല്ല, എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ പറയാം, കടപ്പാടെന്ന് പറയുമ്പോൾ എന്നെ ആദ്യമായിട്ട് പൊളിറ്റിക്സിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനിലൂടെ വന്നു. ചേട്ടൻ വെറുതെ കൊണ്ടുവന്നു. അവിടെ നിന്ന് തന്നെ സുജിത് എസ് കുറുപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ചേട്ടൻ, ഞങ്ങളൊരു KSUവിൻ്റെ പഴയ സംസ്ഥാന സെക്രട്ടറി, എന്നെ KSUവിൽ കൈപിടിച്ച് കൊണ്ടുവന്നു. എൻ്റെ ഉള്ളിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പഴയ ജില്ലാ പ്രസിഡന്റ് ശ്രീ ആനന്ദ് MG ആണ് എൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VS ജോയ്, ശ്രീ AM രോഹിത്, വൈസ് പ്രസിഡന്റ് രോഹിത്, ശ്രീ ടിജിൻ ജോസഫ്, ഇവരാണ് എന്നെ കൈപിടിച്ച ഒരു ലീഡർഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നവരാണ്. പിന്നെ എൻ്റെ മെൻറ്ററായിട്ട് അന്നും ഇന്നും നിന്നിട്ട് ശ്രീ ഹൈബീഡനും ശ്രീ രമേശ് ചെന്നിത്തലയും എനിക്ക് അന്ന് തൊട്ടേ ഉള്ള ബന്ധമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിലും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ കൂടെ നിന്നിട്ടുള്ള സാധാരണ പ്രവർത്തകരാണ്. അവരില്ലെങ്കിൽ ഞാനെന്നല്ല, ഒരു ലീഡറും ഇല്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു ഫണ്ണി ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കടപ്പാടുള്ള ഒരാളെന്ന് പറഞ്ഞ് ശ്രീ പിണറായി വിജയനാണ്. ഈ പാർട്ടിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് മറ്റേ പാർട്ടിയോട് കടപ്പാടോ? എനിക്ക് കടപ്പാടുള്ള ഒരാൾ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് ശ്രീ പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആദ്യമായി കരിങ്കൊടി കാണിച്ച വലിയ, ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ കരിങ്കൊടി കാണിച്ച ഞാൻ. അന്ന് പിണറായി വിജയൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ചാനലുകൾ വാടകയ്ക്കെടുത്ത വ്യക്തികളാണ് കരിങ്കൊടി കാണിച്ചത്. ഉടനെ ഞാൻ വന്ന് ചാനലിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അന്ന് റിങ്കു ആരാന്ന് ആർക്കും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. പുള്ളിക്കാരൻ വന്നിട്ട് പറയാം, ചാനലുകൾ വാടക എടുത്ത ആളുകൾ വന്ന് എന്നെ കരിങ്കൊടി കാണിച്ചു. ഞാൻ ഉടനെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞാൻ റിങ്കു പടിപ്പുരയിൽ KSU ജില്ലാ പ്രസിഡന്റ്, ഞാനാണ് കരിങ്കൊടി കാണിച്ചത്. പിന്നെ തുടരെ എല്ലാ നേതാക്കളും, ഈ ഷാഫി പറമ്പിലടക്കം, അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം പല ആളുകളും കരിങ്കൊടി കാണിച്ചത് ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റിങ്കു പടിപ്പുര. അദ്ദേഹം ഈ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനെന്നൊരു വ്യക്തിക്ക് ഇത്രയും ഒരു ഇതുണ്ടാകും, റീച്ച് കിട്ടില്ല. എന്തെങ്കിലും അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇത് പറയണം, അദ്ദേഹം കാണുകയാണെങ്കിൽ. ഓക്കെ, 2 കാര്യങ്ങളും കൂടെ ചോദിച്ചോട്ടെ റിങ്കു. ഒന്ന്, ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഓരോ നല്ല പ്രവർത്തനമായിട്ട്, നല്ല സ്ട്രോങ് ലീഡറായിട്ട് ഇങ്ങനെ തിളങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീപരമായിട്ടുള്ള കേസുകൾ പറഞ്ഞു, ഏറ്റവും എങ്ങനെയെങ്കിലുമൊക്കെ അവരെ താഴത്തേക്കാക്കുക, മോശപ്പെടുത്തുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അങ്ങനെ അവരെ മോശക്കാരനായിട്ട് സമൂഹത്തിലേക്ക്, അതിപ്പോൾ ഒരു കോമൺ രീതി പോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക എന്നുള്ളത്, ഫേസ് ചെയ്യണം നമ്മൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം അറിയാം. ഈ കേരളം കണ്ടിട്ടുള്ള കേരളത്തിൻ്റെ കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. കേരളത്തിന് ഇന്ന് കാണുന്ന വികസനങ്ങൾ, സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് നേരെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളൊരു ആരോപണം വരികയാണ്. ആ ആരോപണത്തിൻ്റെ പേരിൽ, ഒരു ആരോപണം മാത്രമാണ്, ആ ആരോപണത്തിൻ്റെ പേരിൽ ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങളാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പോലും വിടാത്ത രീതിയിൽ, അദ്ദേഹത്തിന് എന്തെല്ലാം തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തെ തേജോവധം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നേരിടാൻ അന്ന് അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടി പോയിരുന്നെങ്കിൽ ഇന്ന് സത്യം പുറത്തു വരുമായിരുന്നു. അദ്ദേഹം അതിനെ ഫേസ് ചെയ്തു. അവസാനം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നിയമവ്യവസ്ഥയ്ക്ക് ബോധ്യപ്പെട്ടു. എന്താ ഹൈക്കോടതി അവസാനം പറഞ്ഞു, ആ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ല, അതിന് വിശ്വാസ്യതയില്ല. അത് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത് അന്ന് സാറ് അതേപോലെ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ടാണ്. എവറി പൊളിറ്റീഷ്യൻ മസ്റ്റ് ബി ദാറ്റ് സ്ട്രോങ്. നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവസാനം ശ്രീ VD സതീശൻ പറഞ്ഞ പോലെ ഈ മനുഷ്യൻ നീതിമാനാണ് എന്ന് അവസാനം നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ആരോപണം ഒന്നും ഒളിച്ചോടേണ്ട കാര്യം.
അതിന് ശ്രീ പിണറായി വിജയൻ്റെ മറുപടി പറയണം, മടിയിൽ ഖനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ എന്നല്ല ആരെയും ഒരു വ്യക്തിപരമായ അറ്റാക്ക് നടത്തുന്നത് ഏറ്റവും മോശകരമായിട്ട് ഒരു സാധനമാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ, പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഫേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ഞാൻ ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ പറയുന്നില്ല, ഹെൽത്തി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം, അല്ലേ? ഹെൽത്തി ആയിട്ട് കളിക്കാം, അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, അതും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള വെറുതെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞറിയിക്കേണ്ട. ഇതും അതുപോലെ കായികപരമായിട്ടും നമുക്ക് ആരോഗ്യമായി നമുക്ക് ആശയപരമായിട്ട് പോരാടണം. ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ റിങ്കു. ഇപ്പം റിങ്കുവിന് 18 വർഷമായിട്ട് പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പോൾ റിങ്കുവിന് ഒരു ഭരണം ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്ന ഒരു പ്രൊപ്പഗാൻഡ, ഒരു സ്ട്രാറ്റജി ഉണ്ട് അല്ലേ? അതിനകത്ത് റിങ്കുവിൻ്റെ അറിവിൽ വെച്ചുകൊണ്ട് റിങ്കുവിന് ഇപ്പോൾ ഒരു ഭരണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അധികാരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് മാറ്റാൻ എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു കാര്യം റിങ്കുവിന് തോന്നുന്നുണ്ടോ? നമ്മൾ പൊളിറ്റിക്സിനകത്ത് നമ്മുടെ ലീഡർഷിപ്പിനകത്തേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് റിങ്കുവിന് തോന്നുന്നുണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ ആണത്. എനിക്ക് അതിനകത്ത് ഒരു നല്ലൊരു ആൻസർ എനിക്കുണ്ട്. ഹൗ ഇറ്റ് വിൽ അഫക്റ്റ് എന്ന് എനിക്കറിയാം. ഈവൻ ദോ ഐ എം സീയിങ്, അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം പാർട്ടിക്കകത്ത് ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പാർട്ടിക്കകത്തല്ല, ടോട്ടൽ പൊളിറ്റിക്സിനകത്ത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഇത് ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളൊരു കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്ത്, ഞാൻ MLA മാത്രമല്ല പറയുന്നത്, പഞ്ചായത്തോ എന്തായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ലീഡർഷിപ്പിലേക്കായാലും അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കായാലും, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA കാൻഡിഡേറ്റ് ആയാലും നമ്മളൊരു ആളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കാറുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് നോക്കും. ആ ഫാക്ടേഴ്സിൽ നിന്നും റിലീജിയൻ, കാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിനെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പക്ഷേ ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികളും അത് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും വിശ്വാസി അല്ലാതാവണമെന്നുള്ളതല്ല. നിങ്ങൾ ഏത് ജാതിയിലാണോ ഏത് മതത്തിലാണോ നിങ്ങളത് വിശ്വസിക്കൂ. പക്ഷേ പൊളിറ്റിക്കലി നമ്മളൊരു പോസ്റ്റിലേക്ക് ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ഈ കോളം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു MLA ഇലക്ഷൻ എന്ന് വിചാരിക്കണം. ഒരു MLA ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇലക്ഷനിൽ നമ്മളൊരു കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പല മാനദണ്ഡങ്ങളും നമ്മൾ തീരുമാനിക്കുന്നു. അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരനോ, ഞാൻ കോൺഗ്രസിനെ കുറിച്ചല്ല പറഞ്ഞത്, എല്ലാ പാർട്ടി നമ്മൾ അത്തരത്തിലൊരു പ്രവർത്തകനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഈ കമ്മ്യൂണൽ ഫാക്ടർ, നമ്മൾ ഈ പറയുന്ന ജാതിയുടെ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകൻ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന സമുദായത്തിനെ റെപ്രസെൻ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ ആ ഒരു കാരണത്താൽ മാത്രമാണ് അയാൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റേതല്ലാത്ത കുറ്റത്താൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റേതല്ലാത്ത കുറ്റത്താൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന പോസ്റ്റ്, അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു കാര്യം കിട്ടാതെ വരികയും അനർഹനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും കുറച്ച് താഴെ നിൽക്കുന്ന ഒരാൾ ആ ഒരു ഒറ്റ ഫാക്ടറിൻ്റെ പേരിൽ കയറി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മാറി നിൽക്കേണ്ടി വരുന്നവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതൊരിക്കലും ഞാനത് ഇന്ന് ഞങ്ങളെ പാർട്ടി എന്നല്ല, ഏറ്റവും നന്നായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന CPM ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന CPM ആയിരിക്കും. എല്ലാ പാർട്ടികളും, ഞാൻ CPM കുറ്റം പറയാൻ വേണ്ടി എടുത്തൊരു അവസരമല്ല ഇത്, പക്ഷേ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അവരുടെ ലീഡർഷിപ്പിനെയോ അല്ലെങ്കിൽ അവിടെ ഈ ഒരു ഫാക്ടർ മാത്രം മാറ്റി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ബ്യൂട്ടിഫുൾ, വളരെ നല്ലൊരു തീരുമാനം. അങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു നാളത്തെ ലീഡർ ആവട്ടെ ഈ ഇരിക്കുന്ന റിങ്കു പടിപ്പുരയിൽ. എന്തായാലും ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും പൊളിറ്റിക്സിലാവുമ്പോൾ, അല്ലേ? പക്ഷേ ഓരോ അനുഭവങ്ങളും നാളേക്കുള്ള ഓരോ നല്ല ഓർമ്മകളും നല്ല നാളെയും തരുന്നതാവട്ടെ. റിങ്കുവിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു ലീഡറിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ റിങ്കു, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. വളരെ ആക്റ്റീവായിട്ട് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഈ ചാനലിനോടും എൻ്റെ എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു റിങ്കു, താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക്
ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.